കേരളത്തിൽ നിന്ന് അധികമാരും എത്തിപ്പെടാത്ത ദർഗയാണ് കർണാടകയിലെ ഹാസൻ ജില്ലയിലെ ജാവകൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. ഈ സമീപകാലത്ത് ജീവിച്ചു വഫാത്തായ മഹാനാണ് മുഹമ്മദ് ഖലന്ദർ ഷാ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി. ഏത് സമയത്തും ഇവിടെ സിയാറത്തിന് ധാരാളം ആളുകളെ കൊണ്ട് സമ്പന്നമാണ്. കാരണം മഹാനവറുകൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സാധാരണക്കാരുടെ, പാവങ്ങളുടെ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെയും ഒക്കെ അത്താണിയായിരുന്നു. ഒരുപാട് കാലം അള്ളാഹുവിന് വേണ്ടി ഇബാദത്തിലായി കഴിഞ്ഞുകൂടുകയും ദീനി സേവനത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും ചെയ്തു മഹാൻ. ഇവിടെ ഈ കവാടത്തിന്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ചെരുപ്പൊക്കെ അയച്ചു വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. അത്രക്കും വൃത്തിയോടെയാണ് ഇവർ ഈ മക്കാമും പരിസരവും സൂക്ഷിക്കുന്നത്. ഖലന്ദർ ഷാ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സിയാറത്തും കഴിഞ്ഞ് ഞാൻ ജാവകൽ ടൗണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ബാബയുടെ മാതാപിതാക്കളുടെ ദർഗയിലേക്കാണ് പോയത്. സയ്യിദ് ബാബ ഹസ്രത്ത് എന്നാണ് പിതാവിന്റെ പേര്. ബീവി സൈനബ എന്നാണ് ബാബയുടെ ഉമ്മയുടെ പേര്. പിന്നെ നേരെ ബാണാവരയിലേക്ക് പോയി. അങ്ങനെ അവിടെയും സിയാറത്ത് ചെയ്തു. റോഡ് സൈഡിൽ വേറെയും മക്ബറകളുണ്ട്. ഇവിടെ കാണുന്നത് ഹസ്രത്ത് സയ്യിദ് മുഹമ്മദ് ജമാലുദ്ദീൻ ഷാ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ദർഗയാണ്. ഇവിടെയും സിയാറത്തിന് ശേഷം ജാവകൽ ബാവ ഖലന്ദർ ഷാ വലിയുള്ളാഹിയുടെ ഉസ്താദും ഉസ്താദിന്റെ ഭാര്യയും 2 മക്കളുടെയും ഒക്കെ ദർഗയുള്ള സ്ഥലത്തേക്ക് പോയി. അങ്ങനെ നേരെ സിയാറത്ത് കഴിഞ്ഞ് നേരെ ബാണാവരയിലേക്ക് പോയി. ഈ വലിയ പാറക്കുള്ളിൽ ഒരു ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന മക്ബറയാണ് മുഹമ്മദ് ഖലന്ദർ ഷാ ഹുസൈനി റഹ്മത്തുള്ളാഹി അലൈഹി മഹാന്റെ ദർഗ. ഏകദേശം 5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ദർഗയാണ് ഇത് എന്നാണ് ഇവിടെയുള്ളവർ പറഞ്ഞത്. ഹുസൈനി പരമ്പരയിൽപ്പെട്ട മഹാനാണ് ഇവിടെയുള്ളത്. ഈ കാണുന്ന വലിയ പാറക്ക് മുകളിലേക്ക് നമുക്ക് കയറാൻ പറ്റും. അത്ഭുതകരമായ രീതിയിലാണ് ഓരോ പാറക്കല്ലുകളും ഉള്ളത്. വളരെ ഡേഞ്ചറാണ്. കാണുമ്പോൾ തന്നെ പേടി തോന്നുന്ന രീതിയിലുള്ള ഈ പാറക്കല്ല്, ഇത് കാണുമ്പോൾ തന്നെ ഇപ്പോ വീഴുമോ എന്ന് നമുക്ക് തോന്നുമെങ്കിലും വർഷങ്ങളായി ഇത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്.